ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള വെറും 3 ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ വെയിലേറ്റിട്ട് വന്ന കറുത്ത പാട്, കരുവാളിപ്പ്, മുഖക്കുരു വന്ന പാടെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഡെയിലി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീക്കിലി ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കും. നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്ത് കുറേ പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ള ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഒരു ചെറിയതുണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ വലിയതാണെങ്കിൽ ഇതിൻ്റെ പകുതിയെല്ലാം മതിയാവും. അത് ഇതുപോലെയുള്ള ഒരു സ്ക്രാപ്പറിൽ ഇതേപോലെ ഒന്ന് ചെറുകിയെടുക്കുക. ഇനി ഇതുപോലെയുള്ള സ്ക്രാപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടും വെള്ളം ഇല്ലാണ്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു പകുതി പൊട്ടാറ്റോ മാത്രമേ ഇതുപോലെ ചിരകി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ചിരകി എടുത്താലുള്ള ഗുണം എന്തെന്നാന്ന് വെച്ചാൽ, നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, നല്ല എക്സാക്റ്റ് നീര് നമുക്ക് കിട്ടും. പക്ഷേ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. നീര് കൂടുതൽ കിട്ടണമെങ്കിൽ ഇതുപോലെ ചിരകി എടുക്കണം. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ അടുത്തുള്ള പോലെ ചെയ്താൽ മതി. പക്ഷേ വെള്ളം ഇട്ടിട്ട് പൊട്ടാറ്റോ അടിക്കാൻ പാടില്ല. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടലമാവ് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമായിരിക്കും. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈരും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയി കേട്ടോ. ഇനി ഇത് ഒട്ടും കട്ടയില്ലാണ്ട് നല്ലൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ട് വേണം ഇത് സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. അതിനുശേഷം നിങ്ങളുടെ കഴുകി വൃത്തിയാക്കിയ മുഖം, കഴുത്ത്, കൈ, കാല് ഇവിടെ എല്ലാം ടാന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഒരു 2 മിനിറ്റ് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്തിട്ട് വേണം നിങ്ങളിത് മുഖത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ. വെറുതെ വാരി തേച്ച് കഴുകിക്കളയാൻ പാടില്ല. 2 മിനിറ്റ് നല്ലൊരു മസാജ് നിങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം നിങ്ങളിത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. വെള്ളത്തിൽ കഴുകുന്ന സമയത്തും ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം നിങ്ങളിത് കഴുകിക്കളയാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാകുന്നുണ്ടാവും. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുഖം വെളുക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.